ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു സ്ത്രീ കള്ളം പറയുമ്പോൾ അവരുടെ വാക്കുകളിൽ നിന്ന് മാത്രം അവർ പറയുന്നത് കള്ളമാണെന്നുള്ളത് നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അവർ തന്നെ ഉണ്ടാക്കുന്ന ചില പിഴവുകൾ ഉണ്ട് അവരുടെ സംസാരത്തിൽ, അല്ലെങ്കിൽ അവരുടെ ചില പെരുമാറ്റ രീതികൾ, അവരുടെ സംസാരത്തിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഇതിൽ നിന്നെല്ലാം അവർ പറയുന്ന കാര്യം സത്യമാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് സ്ത്രീകൾ കള്ളം പറയുമ്പോൾ അവരിൽ വരുന്ന സൈക്കോളജിക്കലി ഉണ്ടാവുന്ന ചില മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനെ കുറിച്ചിട്ടാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഒന്നാമത്തെ കാര്യം, കഥയിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരിക എന്നുള്ളതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളും നിങ്ങളുടെ വൈഫും അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യത്തിനെ കുറിച്ച് അവരൊരു സ്റ്റോറി പറയുന്നു നിങ്ങളോട്. എന്നിട്ട് ആ ഒരു സ്റ്റോറി അവർ പറഞ്ഞു കഴിഞ്ഞു, അതവിടെ കഴിഞ്ഞു. അതിനുശേഷം കുറച്ചുകൂടി കാലങ്ങൾ കഴിയുമ്പോൾ അവർ വീണ്ടും ആ സ്റ്റോറി റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു. അവർ ആ സ്റ്റോറി വീണ്ടും പറയുന്നു. അപ്പോൾ ഈ സ്റ്റോറി ഒരു തവണ കേട്ട നമ്മൾക്ക് അതിലുള്ള ഡീറ്റെയിൽസ് ഓർമ്മയുണ്ടായിരിക്കും. പക്ഷേ അവർ പറഞ്ഞ സ്റ്റോറി കള്ളമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ ഏത് രീതിയിലാണ് ആ കഥ പറഞ്ഞതെന്നുള്ളത് ഓർത്തിരിക്കാൻ കഴിയില്ല. ഇതൊരു സൈക്കോളജിയാണ്. അവർക്ക് നമ്മൾ കള്ളം പറഞ്ഞ ഒരു സ്റ്റോറീനെ അതേപോലെ തന്നെ ഓർത്തിരിക്കാൻ നമുക്ക് കഴിയില്ല. സോ അവർ വീണ്ടും ആ ഒരു സ്റ്റോറി നിങ്ങളോട് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരുപാട് ഇൻഫോർമേഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ അതിലെ ഒരുപാട് സിറ്റുവേഷൻസിനാണെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, നീ എന്നോട് അന്ന് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ കിടന്ന് ഉരുളുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ അവർ മൂന്നാമത്തെ തവണ വീണ്ടും ഈ ഒരു സ്റ്റോറി റിപ്പീറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നാലും അപ്പോഴും ഇവർ പറയുന്നത് മുന്നേ പറഞ്ഞ 2 കഥകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കഥയായിരിക്കും. ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യാം ഈ ഒരു വ്യക്തി പറയുന്നത് കള്ളമാണ് എന്നുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് അതിനെക്കുറിച്ച് നിങ്ങളൊരു ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് അവർ ഒഴിഞ്ഞു മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു കോൺവെർസേഷൻ തന്നെ വൈൻഡപ്പ് ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും അവർ സംസാരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക് എടുത്തിട്ട് അവർ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മളെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ കാര്യം, അവർ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഓവറായിട്ട് എക്സ്പ്ലനേഷൻ തന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നിങ്ങളും ആ ഒരു പെൺകുട്ടിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വൈഫോ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറോ ആരും ആവട്ടെ, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് ഒരു കഥ നിങ്ങളോട് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞ കാര്യം കള്ളമാണെന്നുണ്ടെങ്കിൽ അവർക്കത് സത്യമാണെന്ന് പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ അത് സത്യമാണെന്ന് നിങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് അതിലത്തെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും എടുത്തിട്ട് അത് അങ്ങനെയാണ്, അതിങ്ങനെയാണ്, നമ്മളത് ഈ ഒരു ടൈമിനാണ് പോയത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളിലും ഒരുപാട് എക്സ്പ്ലനേഷൻ തന്ന് നിങ്ങളെ കൊണ്ട് അത് വിശ്വസിപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും മേ ബി നിങ്ങൾ അവരുടെ ആ ഒരു നുണക്കഥ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ എങ്കിൽ പോലും ഇവരുടെ ഉള്ളിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അപ്പൊ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതങ്ങനെയാണ് അതിങ്ങനെയാണ്. അപ്പൊ നമ്മൾ തന്നെ വിചാരിക്കും ഇവളെന്തിനാ ഇത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നേ എന്നുള്ളൊരു തോട്ട് നമുക്ക് വരാം. അപ്പൊ അത് സൂചിപ്പിക്കുന്നു അവർ പറയുന്ന കഥകളില് എല്ലാം ഒന്നും സത്യമല്ല, എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി നാലാമത്തെ കാര്യം, ശരീരഭാഷയും അതുപോലെ അവർ പറയുന്ന കാര്യവും തമ്മിൽ അങ്ങോട്ട് മാച്ചിങ് ആയി പോവില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പം അവർ നുണ പറയുന്ന സമയത്ത്, അതിപ്പോ സ്ത്രീകൾ എന്നല്ല കേട്ടോ, പുരുഷന്മാരാണെങ്കിൽ പോലും നുണ പറയുന്ന സമയത്ത് അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോർമലി അവർ സംസാരിക്കുന്നതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടാണ് ഉണ്ടാവുക. അവർ വല്ലാണ്ട് നെർവസ് ആവുന്നതായിട്ട്, അവരുടെ കൈ ഇങ്ങനെ പുറകോട്ട് പോകുന്നതായിട്ട്, അതുപോലെ അവരിങ്ങനെ എന്താ പറയാ, നെർവസ് ആകുമ്പോൾ നമ്മൾ കൈകളൊക്കെ വെച്ച് ഇങ്ങനെ ഓരോന്ന് ചെയ്യില്ലേ, ആ രീതിയിൽ ഓരോരോ കാര്യങ്ങൾ കാണിക്കുന്നതായിട്ട്. പിന്നെ ചില ആളുകൾ നമുക്ക് ഐ കോണ്ടാക്ട് ചെയ്ത് തരില്ല നുണ പറയുമ്പോൾ. അതുപോലെ അവർ താഴെ നോക്കി സംസാരിക്കുക, നമുക്ക് ഡയറക്റ്റ് നമ്മളെ നോക്കി സംസാരിക്കാതിരിക്കുക. പിന്നെ ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് സംസാരിക്കുക. ഈ രീതിയിലുള്ള പല ബോഡി ലാംഗ്വേജസും ഒരു നുണ പറയുന്ന ഒരു വ്യക്തി കാണിക്കാറുണ്ട്. അത് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് മനസ്സിലാവും. പഠിച്ച കള്ളനോ കള്ളിയോ അല്ലെങ്കിൽ ഈ ഒരു ബോഡി ലാംഗ്വേജിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും.
അപ്പോൾ ഈ രീതിയിൽ അവരുടെ ശാരീരിക ഭാഷയും അതുപോലെ തന്നെ അവരുടെ പറയുന്ന കാര്യവും തമ്മിൽ മാച്ചിങ് ആയിട്ട് പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ പറയുന്നതിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉണ്ട് എന്നുള്ളത്. ഇനി 5ാമത്തെ കാര്യം, അവർ പറഞ്ഞൊരു കള്ളം അത് നമുക്ക് കള്ളമാണെന്ന് മേ ബി തോന്നിയിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും അവരോട് ചോദിക്കുകയാണ്, അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നേ, അല്ലെങ്കിൽ ആ ടൈമിൽ നീ എന്തിനാ അവിടെ പോയെ, ഈ രീതിയിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഒന്ന് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും, അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. ചില ആളുകളാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, നിനക്ക് എന്തായാലും സംശയമാണോ, ഞാൻ പറഞ്ഞത് വിശ്വാസമല്ലേ, ഈ രീതിയിലൊക്കെ സംസാരിക്കും. എന്നാൽ ചില ആളുകളാണെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും, അതായത് അവർ കരഞ്ഞ് നിനക്കെന്നെ വിശ്വാസമല്ല, ഈ രീതിയിലൊക്കെ കരഞ്ഞ് സംസാരിക്കും. അപ്പൊ ഇതിൽ രണ്ടിലേതാണെങ്കിലും അതൊരു ഇമോഷണൽ ചേഞ്ച് ആണ്, പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ഇമോഷണൽ ചേഞ്ച് ആണ്. അപ്പൊ ഈ രീതിയിൽ ഒരാൾ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കാം അവർ പറയുന്നതിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നുള്ളത്. കാരണം ആ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ഒരാള് ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ച് തിരിച്ച് ചോദിച്ചെന്ന് വിചാരിച്ച് അതിനിങ്ങനെ ഡ്രമാറ്റിക് ആയിട്ട് ഡീൽ ചെയ്യേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. അപ്പൊ ഈ രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിലും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അവർ പറയുന്നതിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത് സൈക്കോളജിക്കലി നുണ പറയുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ നുണ പറയുന്ന ഒരു സ്ത്രീ കാണിക്കുന്ന 5 സൈനുകളാണ്. പക്ഷേ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു സൈൻ ഒരു സ്ത്രീ കാണിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് അവൾ പറയുന്നത് കംപ്ലീറ്റ്ലി നുണയാണ് എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കില്ല. ഇതിൽ തന്നെ നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടാവുന്ന പല സൈനുകളും വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും റിപ്പീറ്റഡ് ആയിട്ട് ഈ രീതിയിൽ ഒരാൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും ഇവർ പറയുന്നതിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നുള്ളത്. സോ ഈ രീതിയിൽ നിങ്ങളെ ഒരാൾ ചീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോട് ഒരാൾ നുണ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാതെ പോവരുത്. അതിനുള്ള ഒരു അവയർനെസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ റാഷ്ന സൈനിങ് ഓഫ്.